ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ തമ്മിൽ ഈഗോയും മറ്റു പിണക്കങ്ങളും സാധാരണ. പക്ഷെ ഞാനും ശ്വേതയും തമ്മിൽ ഒരിക്കൽ പോലും അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അവൾ എനിക്കെന്റെ സ്വന്തം അനിയത്തെ പോലെയായിരുന്നു. ക്വാളിഫിക്കേഷൻസിലും അക്കാഡമിക് ബ്രില്യൻസിലും ഞാൻ ശ്വേതയുടെ അടുത്തൊന്നുമല്ലായിരുന്നു. പക്ഷെ അച്ചീവ്മെന്റ്സിന്റെ കാര്യം വരുമ്പോൾ നേരെ മറിച്ചാവും എപ്പോഴും സംഭവിക്കുക. And as we close in on our last few sessions of this semester, it's time to announce our scholarship stipend awardee for the next two. Based on the overall performance of the current academic year, once again, ladies, it's Miss Daisy Philip Kuravila. Thank you. Congrats, Daisy. Thank you. Daisy, congrats. Thanks. Congrats. ശ്വേത, എനിക്കറിയാം പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നീയാ ഇത് ഡിസേർവ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഡേസി. ബട്ട് ടു ബി ഓണസ്റ്റ്, ഈ സ്റ്റൈപ്പനെ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഉണ്ണിയുടെ ജോലി പോയിരിക്കുക അറിയാലോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കിതൊരു വലിയ റിലീഫ് ആവുമായിരുന്നു. ശരിക്കും നീ ഭാഗ്യവതിയാ ഡേസി. നീ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട്. ശ്വേത, നിനക്ക് വേണോ ആ ഭാഗ്യം? എന്താ? അത് കിട്ടിയാൽ പിന്നെ നിനക്കും നേട്ടങ്ങളെ ഉണ്ടാവും. നീ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. വേണോ? നീ എന്തൊക്കെയാ ഡേസി പറയുന്നത്? പുറത്താരോടും പറയില്ലെന്ന് നീ എന്നോട് പ്രോമിസ് ചെയ്ത് ഞാൻ നിന്നൊരിടം വരെ കൊണ്ടുപോകാം. Come. ഡേസി, നമുക്ക് തിരിച്ചു പോവാം. എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. നീ എന്തിനാ പേടിക്കുന്നത്? ഇത് നമ്മൾ സാധാരണ ചേർച്ചിൽ പോകുന്ന പോലെ ഉള്ളൂ. വാ. Come. We have to change. Now you look like one of us. In the name of Satan, the ruler of the earth, the king of the world, we command the forces of darkness to bestow their infernal power upon us. Grant us the indulgences of which we speak. By all the gods of the pit, we command that these things of which we speak shall come to pass. Open wide the gates of hell and come forth from the abyss To greet us as your siblings and friends. എന്തോന്നാ ഡേസി ഇതൊക്കെ? കഷ്ടം. വെറുതെ കളിയാക്കാൻ നിൽക്കാതെ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചോദിക്കും.
യാചിക്കുകയോ അപേക്ഷിക്കുകയോ അല്ല. Ask him and he will give it to you. Come forth and answer to your names by manifesting our desires. Now pray to him and ask him for your needs. പ്രൊഫസർ എഡ്വേർഡ് അല്ലേ അത്? He is a high priest. അങ്ങനെ സൊസൈറ്റിയുടെ ഹൈ പ്രൊഫൈലുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്ന മിക്കവരും. അത് പക്ഷെ പുറത്താരും അറിയില്ലെന്നേ ഉള്ളൂ. അപ്പം നീ പറയുന്നത് ഇവിടെ വെച്ച് എന്ത് ചോദിച്ചാലും അത് കിട്ടും അല്ലേ? ഡെഫിനറ്റ്ലി. എങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ വേണം. ഞാൻ നൊന്ത് പ്രസവിക്കുന്ന എൻ്റെ കുഞ്ഞിനെ. ചോദിക്കും. യു വിൽ ഗെറ്റ് ഇറ്റ്. ഒരിക്കലും പോസിബിൾ ആകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഞങ്ങളുടെ വിശ്വാസങ്ങളെ പൊളിക്കാനുള്ള താല്പര്യം കൊണ്ടും ശ്വേത അന്നത് ചോദിച്ചു. എന്നാൽ അവിടുന്ന് തിരിച്ചുള്ള യാത്രയിൽ അവളെന്നോട് വല്ലാതെ ചൂടായി. ഇത്തരം കിറുക്കുകൾക്ക് ഇനി മേലിൽ വിളിച്ചേക്കരുതെന്ന് ഒരു വാർണിംഗും തന്നു. ഞാൻ പിന്നെയും മുടങ്ങാതെ വർഷിപ്പിന് പോകുമായിരുന്നു. പക്ഷെ പ്രൊഫസർ എഡ്വേർഡ് പലവട്ടം നിർബന്ധിച്ചിട്ട് പോലും ഒരിക്കൽ കൂടെ ശ്വേതയെ വിളിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നെ 4-5 മാസങ്ങൾ കൂടെ കഴിഞ്ഞാണ് എന്നെപ്പോലെ ഞെട്ടിച്ചുകൊണ്ട് ശ്വേത യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വെച്ച് അൺകോൺഷ്യസ് ആവുന്നതും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതും ഒക്കെ. അത് ശരിക്കും എനിക്കൊരു പിടിവള്ളിയായിരുന്നു. കിട്ടിയ ഗിഫ്റ്റിന് നേരിട്ട് ചെന്ന് നന്ദി അറിയിക്കണമെന്നും അല്ലെങ്കിൽ അത് വലിയ കുഴപ്പമാവെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ നിർബന്ധിച്ച് വീണ്ടും അവിടെ കൊണ്ടുപോയി. വിവരം അറിഞ്ഞ് പ്രൊഫസർ എഡ്വേർഡ് ശ്വേതയ്ക്ക് മുന്നിൽ വെച്ചത് ഒരു സ്ട്രേഞ്ച് കണ്ടീഷനാണ്. പിറന്നാളുടൻ കുഞ്ഞിനെ അവർക്ക് സമർപ്പിക്കണമെന്നും അവരുടെ രീതികൾക്കനുസരിച്ച് അതിനെ ബാപ്റ്റൈസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ശ്വേതയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ല. അതൊന്നും പറ്റില്ല എന്ന് അവൾ തീർത്തു പറഞ്ഞു. ധിക്കരിച്ചാൽ ശിക്ഷ അതികഠിനമായിരിക്കുമെന്നും മറ്റും പറഞ്ഞ് അയാൾ അവളെ ത്രെറ്റൻ ചെയ്തു. കാര്യങ്ങൾ വഷളാവെന്ന് കണ്ട് ഞാൻ പ്രൊഫസറോട് നേരിട്ട് സംസാരിച്ചു. പക്ഷെ അപ്പോഴും അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും സുഖകരമായിരുന്നില്ല. എന്താ ഡേസി, അയാൾ എന്താ നിന്നോട് പറഞ്ഞേ? പറയാം, നീ കയറ്. നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിന്നിവിടെ വന്നത്. ഇവർക്കൊന്നും ഈ ലോകത്തൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല ഡേസി, നശിപ്പിക്കാനേ കഴിയൂ. അതാദ്യം മനസ്സിലാക്ക് നീ. ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നല്ലാതെ കുട്ടികൾ ഉണ്ടാവില്ല എന്നൊന്നും ഞങ്ങളെ ട്രീറ്റ് ചെയ്ത ഒരു ഡോക്ടറും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും 5 മാസം മുമ്പ് ഇവിടെ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രഗ്നന്റ് ആയെന്ന്? ഡോണ്ട് യു സീ ഇറ്റ്? ഇറ്റ്സ് എ ട്രാപ്പ്. ശ്വേത, ഇതൊക്കെ ഞാനും സമ്മതിക്കുന്നു. പക്ഷെ നമ്മളിത് കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കായിട്ട് ഹാൻഡിൽ ചെയ്യുന്നല്ലേ നല്ലത്. ഏതായാലും ഞാൻ പ്രൊഫസറോട് സംസാരിച്ചപ്പോൾ അയാൾ തന്നെ ഇങ്ങോട്ടൊരു ഓപ്ഷൻ തന്നു. നിന്റെ കുഞ്ഞിനെ നിനക്കിഷ്ടമുള്ള പോലെ വളർത്താം, അവരതിൽ ഇടപെടില്ല. പക്ഷേ പകരം ഇളയെ അവർ കൊണ്ടുപോകും. എന്തിന്? വരാൻ പോകുന്ന ഏതൊരു പ്രത്യേക ദിവസത്തിൽ നടത്തേണ്ട ഒരു കർമ്മത്തിന് 10 വയസ്സിൽ താഴെയുള്ള ജൂത പെൺകുട്ടിയാണ് അവർക്ക് വേണ്ടത്. എപ്പോഴോ ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ ഞാൻ പ്രൊഫസറോട് പറഞ്ഞിട്ടുണ്ട് പോലും ഇള ഹാഫ് ജൂ ആണെന്ന്. അതുകൊണ്ട് ഡേസി നീ എന്തൊക്കെ ഈ പറയുന്നേ? ശ്വേതേ, ഒരുപക്ഷെ വളരെ കുറച്ച് ദിവസത്തേക്കായിരിക്കും അവർക്ക് ഇളയെ വേണ്ടത്. അത് കഴിഞ്ഞാൽ അവളെ നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. അത് പ്രൊഫസർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നീയായിട്ടൊന്നും ചെയ്യണ്ട ശ്വേത. തൽക്കാലം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തതായിട്ട് അങ്ങ് ഭാവിച്ചേക്കുക. ശ്വേത, വേണ്ട, നീ പോണ്ട. ഞാൻ അയാളോട് സംസാരിച്ചോളാം.